ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. തുറമുഖം, കപ്പൽ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് ആകാശ വിമാനങ്ങളിലേക്ക് അദാനി കുതിക്കുന്ന വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. ഗുജറാത്തുകാരനാണ് അദാനി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറ്റ ചങ്ങാതിയാണ് അയാൾ. തിരുവനന്തപുരം ഉൾപ്പെടെ 5 വിമാനത്താവളങ്ങളുടെ നടത്തിപ്പിനുള്ള അവകാശം ഒരു ബിഡിലൂടെ ലേലത്തിൽ അദാനി നേടി. മറ്റെല്ലാ ലേലക്കാരെയും പിന്തള്ളി അദാനി മുന്നിലെത്തി. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അദാനിക്ക് വിമാനങ്ങളുടെ ആകാശങ്ങൾ പരിചിതമല്ല, പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിചയമുണ്ട്. അതുതന്നെ ധാരാളം. മുഴുവൻ എയർപോർട്ടും അദാനിയുടെ ചൊൽപ്പടിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഇന്ന് വാർത്ത. പോകുന്ന പോക്കിലെല്ലാം വാരിക്കോരി കൊടുക്കുകയാണ് ഉച്ച ചങ്ങാതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിലാകട്ടെ തിരുവനന്തപുരം വിമാനത്താവളം ഈ നിലയ്ക്ക് പതിച്ച് നൽകുന്നതിനോട്, സ്വകാര്യവൽക്കരിക്കുന്നതിനോട് ഇവിടുത്തെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ കക്ഷികളുമൊക്കെ ഒരേപോലെ എതിരാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരെ സമരങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും പോകുന്ന പോക്കിൽ പോലും നരേന്ദ്രമോദിക്ക് കാര്യമല്ല. കോൺഗ്രസ് തുടങ്ങിവെച്ച ഒരു നയമാണ് സക്സസ്ഫുൾ ആയിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുക എന്നത്. അതിപ്പോഴും നിർബാധം നരേന്ദ്രമോദിയും പിന്തുടരുന്നു എന്ന് മാത്രം. ദേശാഭിമാനി ആ വാർത്ത ലീഡാക്കിയിരിക്കുന്നു. ആകാശവും അദാനിക്ക്. ഭൂമിയെല്ലാം കൊടുത്തു, ഇനി ആകാശം മാത്രമേ ഉള്ളൂ. അതും അദാനിക്ക് തീരെഴുതിയിരിക്കുന്നു നരേന്ദ്രമോദി. 5 വിമാനത്താവളം പാട്ടത്തിന് നൽകി. സാജൻ യബൂജീൻ ആ വാർത്ത തരുന്നത് കാണുക. തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്തെ 5 സുപ്രധാന വിമാനത്താവളങ്ങൾ അദാനി ഗ്രൂപ്പിന് വിട്ടുകൊടുക്കാൻ കളമൊരുങ്ങി. മോദി സർക്കാരിന്റെ തീരുമാനപ്രകാരമാണ് പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതി മാതൃകയിൽ വിമാനത്താവളങ്ങൾ കൈമാറുന്നത്. 6 വിമാനത്താവളത്തിന്റെ നിയന്ത്രണം വിട്ടുകൊടുക്കാനാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ടെൻഡർ ക്ഷണിച്ചത്. 10 കമ്പനിയിൽ നിന്ന് 32 അപേക്ഷ ലഭിച്ചിരുന്നു. തിങ്കളാഴ്ച ടെൻഡറുകൾ പൊട്ടിച്ചപ്പോൾ തിരുവനന്തപുരം, മംഗലാപുരം, അഹമ്മദാബാദ്, ജയ്പൂർ, ലഖ്നൗ എന്നീ വിമാനത്താവളങ്ങൾക്ക് വേണ്ടി ഏറ്റവും ഉയർന്ന തുക കാണിച്ചത് അദാനി ഗ്രൂപ്പാണ് എന്ന് അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു. ഗുവാഹത്തി വിമാനത്താവളത്തെയും ലേലത്തിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും കോടതി സ്റ്റേ നിലനിൽക്കുന്നതിനാൽ ടെൻഡർ പൊട്ടിച്ചില്ല. ഈ നിലയ്ക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എല്ലാം അദാനിക്ക് തന്നെ ലഭിച്ചു. എല്ലാം ഒരേപോലെ അദാനിക്ക് തന്നെ ലഭിക്കുകയും മറ്റ് സംരംഭങ്ങളൊക്കെ പിന്തള്ളപ്പെടുകയും ചെയ്യുമ്പോൾ ആ നിലയ്ക്ക് ഒരു കള്ളക്കളി നടന്നിട്ടുണ്ടാകാം എന്ന സംശയം സ്വാഭാവികമാണ്. ചില ആളുകൾ അങ്ങനെയാണ്. അവർ ലേലത്തിൽ പങ്കെടുത്താൽ ലേലം അവർക്ക് തന്നെ ലഭിക്കും. കാരണം അവർക്ക് സർക്കാരിൽ പിടിയുണ്ട്. ലേലത്തിൻ്റെ സ്വകാര്യതകൾ, സർക്കാരിൻ്റെ സ്പർശം വന്നു കഴിഞ്ഞാൽ അതിജീവിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് കേന്ദ്രം നാടകം കളിക്കുന്നു. മുഖ്യമന്ത്രി അങ്ങനെയാണ് അതിനെ അവതരിപ്പിച്ചത്. വിമാനത്താവളം ലേല നടപടിയിലൂടെ അദാനിക്ക് നൽകാൻ കേന്ദ്ര സർക്കാർ നാടകം കളിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നരേന്ദ്രമോദിയും അദാനിയും പരിചയക്കാരാണ്. പക്ഷേ വിമാനത്താവളം നടത്തിപ്പിൽ അവർക്ക് പരിചയമില്ല. 5 വിമാനത്താവളം ഒരു കൂട്ടർക്ക് തന്നെ ലേലത്തിൽ ലഭിക്കുമ്പോൾ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് സംശയം വരും. അതിനെ ലേലം ഒരു മറയാക്കുകയാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ സംശയം എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ്. ഒരൊറ്റ എണ്ണം വേറെ ആർക്കും കൊടുക്കാതെ നൽകാതെ മുഴുവൻ അദാനിക്ക് ലഭിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചങ്ങാത്ത കൂട്ടാളിയായിരിക്കുന്ന ആളിലേക്ക് സംശയം നീങ്ങും. അത് കൃത്യമായും സ്വാഭാവികം തന്നെയാണ്. മറ്റൊരു കാര്യം, ഈ കാര്യത്തിൽ എന്തുകൊണ്ട് കേരള സർക്കാർ കോടതിയിലേക്ക് പോയില്ല? VM സുധീരന്റെ സംശയമാണ്. കോടതിയിലേക്ക് പോകാതെ നിന്നത് അദാനിയുമായ ഒരു ഒത്തുകളിയാണ് എന്ന നിലയ്ക്ക് വരെ അദ്ദേഹം അവതരിപ്പിച്ച് കളഞ്ഞു. നോക്കൂ, ഈ വിദ്വാന്റെ കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കാനുള്ള നയം കൈക്കൊണ്ടത്. BJP അത് പിന്തുടരുന്നുവെന്ന് മാത്രം.
ആ സമയത്തൊക്കെ ആ നയത്തെ എതിർത്ത് സംസാരിച്ചയാളല്ല സുധീരൻ. ഇപ്പോഴ് ഈ ഒരു ഇഷ്യൂ വന്നപ്പോഴാണ് കേരളത്തെ കുറ്റപ്പെടുത്താനായി രംഗത്ത് വരുന്നത്. ഈ കാര്യത്തിൽ കേരള മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന ഒരു നിലപാടുണ്ട്. കാര്യങ്ങൾ സ്വസ്ഥമായി പോകാൻ പോകുന്നില്ല. കേരളത്തിലെ സർക്കാർ ഇടതുപക്ഷത്തിൻ്റെതാണ്. അവർ ഇത്തരം സ്വകാര്യവൽക്കരണത്തിനെതിരാണ്. അദാനി എന്തൊക്കെ പറഞ്ഞാലും സുഗമമായി തൻ്റെ കാര്യങ്ങൾ നടപ്പാക്കാൻ അദാനിക്കൊപ്പം നിന്നു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഈ സർക്കാർ പ്രഖ്യാപിക്കുന്നു. അത്തരമൊരു പ്രഖ്യാപനം സർക്കാർ വേണ്ട വ്യക്തിഗതമായെങ്കിലും ഈ സ്വകാര്യവൽക്കരണത്തിനെതിരെ നിലപാടെടുക്കാൻ സുധീരന് കഴിഞ്ഞില്ല. എന്നിട്ടാണ് അദ്ദേഹം ഇപ്പോൾ കേരള സർക്കാർ കേസിന് പോയില്ല എന്ന നിലയ്ക്ക് സംസാരിക്കുന്നത്. ഇത് ആദ്യത്തെ സംരംഭം ഒന്നുമില്ല, അല്ല. എങ്കിലും 2 ആളുകൾ കേസിന് പോയിരുന്നു. ആ കേസാകട്ടെ കോടതി എന്താണ് പറഞ്ഞത്? കോടതി പറഞ്ഞു, ഇത് കേന്ദ്ര സർക്കാരിൻ്റെ നയമാണ്, ആ നയത്തിൽ ഇടപെടാൻ ഞങ്ങൾക്ക് കഴിയില്ല. കേരള സർക്കാർ പോയാലും സുധീരൻ അത് തന്നെയായിരിക്കും ഉത്തരം. അതുകൊണ്ട് മുട്ടാപ്പോക്ക് പറയരുത്. ഇതിനെതിരെ ഇപ്പോൾ നടക്കുന്ന സമരത്തിന് ശക്തി പകരുക എന്നത് മാത്രമാണ് അക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം. ഇന്ന് ജന്മഭൂമി എന്ന പത്രം ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത് ദേശീയ യുദ്ധ സ്മാരകം നാടിന് പ്രധാനമന്ത്രി സമർപ്പിച്ച വാർത്തയാണ്. വലിയൊരു സംഭവമാണ്. 100 കണക്കിന് കോടി രൂപ ചിലവഴിച്ച് വളരെ പെട്ടെന്ന് ദേശീയ യുദ്ധ സ്മാരകം നിർമ്മിച്ചു. അതിൽ സായുജ്യം കണ്ടെത്തുകയും ചെയ്തു നമ്മുടെ പ്രധാനമന്ത്രി. അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസ് സൈനികരെ വഞ്ചിച്ചു. കാരണം അവർക്ക് സ്മാരകം പണിഞ്ഞില്ല. ഇതിനപ്പുറം ഒരു വഞ്ചനയുണ്ടോ? അതുകൊണ്ട് താൻ വന്നതുകൊണ്ട്, സത്യത്തിൽ താൻ വന്നില്ലായിരുന്നെങ്കിൽ ലോകത്തിന് എന്ത് സംഭവിക്കുമായിരുന്നു എന്ന നിലയ്ക്കാണ് ആ പ്രസംഗം. കേൾക്കുക തന്നെ വേണം, ഞാൻ വായിക്കാം. സൈന്യത്തെക്കാൾ ഒരു കുടുംബത്തിനാണ് കോൺഗ്രസ് പ്രാധാന്യം നൽകുന്നത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2009 1.86 ലക്ഷം ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കോൺഗ്രസ് ഭരണത്തിൽ സൈനികർക്ക് ജാക്കറ്റുകൾ ലഭിച്ചില്ല. ഒടുവിൽ ആവശ്യം നിറവേറ്റാൻ മോദി വരേണ്ടി വന്നു. പറയുന്നത് മോദി തന്നെ. ഞാനാണ് മഹാൻ, ഞാൻ മാത്രമാണ് മഹാൻ. മോദി വരേണ്ടി വന്നു. ഇപ്പോൾ റഫാൽ കരാറും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് അവർ. ഇന്ത്യ ഗേറ്റിന് സമീപത്ത് ദേശീയ യുദ്ധ സ്മാരകം രാജ്യത്തിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്ത് ദേശീയ യുദ്ധ സ്മാരകം നിർമ്മിക്കുന്നത് ഇതാദ്യമാണ്. അതിനും താൻ ഗുജറാത്തിൽ ജനിച്ച് അവതാരം നടത്തി അവതാര ഉദ്ദേശത്തിൻ്റെ നിർവഹണം നടത്തേണ്ടി വന്നു എന്നൊക്കെ വിചാരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു മഹാനാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്നത് എത്രത്തോളം ദുരന്തപൂർണമായൊരു അനുഭവമാണ്. എന്തുകൊണ്ട് മറ്റ് രാജ്യങ്ങൾക്കുള്ളതുപോലെ ഒരു യുദ്ധസ്മാരകം ഇന്ത്യക്ക് ഇല്ലാതെ പോയത് എന്തുകൊണ്ട്? അത് മനസ്സിലാക്കുന്നതിന് 56 ഇഞ്ച് നെഞ്ചളവ് പോരാ. ഒരല്പം ആൾതാമസം വേണം തലച്ചോറിൽ, അല്ലെങ്കിൽ വൈകാരികമായി തുടിക്കുന്ന ഒരു ഹൃദയം വേണം. കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സ്വഭാവം അതാണ്. ഇതര രാജ്യങ്ങൾ യുദ്ധങ്ങളിലൂടെ സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഇന്ത്യ അങ്ങനെ ഒരു രീതിയല്ല സ്വീകരിച്ചത്. ഗാന്ധിജിയുടെ ആഭിമുഖ്യത്തിലുള്ള അഹിംസ എന്ന വലിയ ആയുധമാണ് ഉപയോഗിച്ചത്. സൈന്യത്തെയല്ല, മറിച്ച് ഉൾക്കരുത്തുള്ള മനുഷ്യരെയാണ് ഗാന്ധിജി സൃഷ്ടിച്ചത്. അതിന്ന് ലോകത്തിൽ വലിയൊരു ഉദാഹരണമായി മാറിയിരിക്കുന്നു. ഇന്ന് ലോകം ഗാന്ധിക്ക് പുറകെ സഞ്ചരിക്കുന്നതിന് കാരണവും ആ നിശ്ചയദാർഢ്യതയാണ്. ഈ നോൺ വയലൻസ് എന്ന വലിയൊരു ആയുധത്തിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ്. അത് മോദിക്ക് മനസ്സിലാകില്ല. അതുകൊണ്ട് ഇവിടെ യുദ്ധ സ്മാരകമില്ല. അദ്ദേഹത്തിന് ചരിത്രമൊന്നും അറിയില്ലല്ലോ, ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ പങ്കുമില്ലല്ലോ RSSനടക്കം. അപ്പോൾ തന്നെ അവർ പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് അവർ സുഭാഷ് ചന്ദ്രബോസിനെ അംഗീകരിച്ചത്. യുദ്ധം ചെയ്ത് നേടണം, അതായിരുന്നു ഒരാവശ്യം. ഏതായാലും യുദ്ധം ആണ് തങ്ങളുടെ പ്രഥമഗണനീയമായ വഴി എന്ന് വിചാരിക്കുന്ന RSSന്റെ പിൻഗാമിയായ നരേന്ദ്രമോദി യുദ്ധസ്മാരകം തന്നെ നിർമ്മിച്ചു കളഞ്ഞു. യുദ്ധസ്മാരകം നിർമ്മിക്കാൻ അറിവല്ല വേണ്ടത്, പേശീബലം മാത്രം മതി. അറിവുള്ളവർ ഇന്ത്യയിൽ അത് ചെയ്യില്ല. കാരണം സൈനികരെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ പഞ്ചാബിൽ അമർജ്യോതി ഉണ്ടല്ലോ, കോൺഗ്രസുകാരുടെ ആഭിമുഖ്യത്തിൽ പണിതതാണ് അമർജ്യോതി. അവിടെ സമർപ്പണം നടത്തുന്നത് സൈനികർക്കാണ്, യുദ്ധത്തിനല്ല. അത് മനസ്സിലാക്കാനുള്ള അറിവില്ല നമ്മുടെ പ്രധാനമന്ത്രിക്ക്.
വിവേകമില്ല അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്. എന്നിട്ടും പറയുന്നു താൻ വരേണ്ടി വന്നു. അതെ, ഇത്തരത്തിലൊരു വിവരദോഷി വരേണ്ടി വന്നു. അപ്പോൾ മാത്രമാണ് ഇന്ത്യയുടെ നിശ്ചയദാർഢ്യത തകർന്ന് തരിപ്പണമായത്. അതുകൊണ്ട് കുങ്കുമം ചുമക്കുന്ന ഗർദഭം എന്തറിയുന്നു എന്ന് പറഞ്ഞതുമാതിരി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ യഥാർത്ഥ ഉള്ളടക്കം ഒരാളത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് യുദ്ധസ്മാരകത്തിന്റെ പുറകെ സഞ്ചരിക്കുന്നത്. അനാവശ്യമായ ഒരു ചെലവാണിത്, പാഴ്ചെലവ്. ആ നിലയ്ക്ക് ഒരു പാഴ്ചെലവിനെ വലുതായി വിശദീകരിക്കാൻ അതിന് മോദി വരേണ്ടി വന്നു എന്ന് മോദി തന്നെ പറയുന്ന ഒരവസ്ഥയിലേക്ക്, പതനത്തിലേക്ക് വരാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. വെറുതെ ഒരു അതര വ്യായാമം എന്നതിൽ കവിഞ്ഞ് അതിന് യാതൊരു അർത്ഥവും ഇതിനില്ല. പുൽവാമ രംഗത്ത് രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള സമാധാനമാണ് പുൽവാമയിൽ തകരുന്നതെങ്കിൽ ആ സമാധാനം പുനഃസ്ഥാപിക്കണം. എങ്ങനെ? ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ അതിന് തയ്യാറാകണം. നോക്കൂ, പാകിസ്ഥാന്റെ നേതാവ് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പറയുന്നു, സമാധാനത്തിന് തനിക്ക് ഒരവസരം തരൂ. വിശ്വാസയോഗ്യമാണോ ഈ പറച്ചിലെന്നത് മറ്റൊരു കാര്യം. പക്ഷേ ഒരവസരം തരൂ എന്നാണ് ലോകസമക്ഷം ഇന്ത്യയോട് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. മാധ്യമമാണ് അത് തരുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ വരിസയുടെ വേളയ്ക്ക്. ഇമ്രാൻഖാന്റെ അഭ്യർത്ഥന ഇപ്രകാരം: പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് കലുഷിതമായ അതിർത്തിയിൽ സമാധാനത്തിന്റെ അവസരം നൽകണമെന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അഭ്യർത്ഥന. ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ കൃത്യമായ തെളിവുകൾ നൽകിയാൽ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാണെന്നും ഇമ്രാൻ വ്യക്തമാക്കിയതായി പ്രധാനമന്ത്രിയെ ഉദ്ധരിച്ച് പാക് തഹ്രീക് ഇൻസാഫ് പാർട്ടി ട്വിറ്ററിൽ കുറിച്ചു. ഇമ്രാൻഖാൻ പത്താന്റെ പുത്രനാണെങ്കിൽ പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അക്രമികളെ പുറത്തു കൊണ്ടുവരാൻ നരേന്ദ്രമോദി വെല്ലുവിളിച്ചിരുന്നു. ഇതിനുള്ള മറുപടിയായാണ് ഇമ്രാന്റെ പ്രതികരണം. ഇന്ന് മാധ്യമത്തിന്റെ ഒന്നാം പുറം ബാബറി ഭൂമി കേസ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്ന വാർത്ത നമുക്ക് തരുന്നുണ്ട്. അതേമാതിരി പ്രധാനപ്പെട്ട മറ്റൊരു കോടതി വാർത്തയാണ് ഇന്ന് റാഫേലിനെ സംബന്ധിച്ച റിവ്യൂ പെറ്റീഷൻ ഇന്ന് സുപ്രീം കോടതി കേൾക്കും എന്നതും. ഈ വേനൽ ഒരു തീക്കളിയാകുമോ തലസ്ഥാനത്തിന്? അവിടെയും ഇവിടെയും തീപിടുത്തങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ തലസ്ഥാന നഗരി തിരുവനന്തപുരം എത്രത്തോളം സുരക്ഷിതമാണ്? ഇന്ന് സിറ്റി കൗമുദി ആ വാർത്ത വരുന്നത് കാണുക. തീക്കളിയാണ്, സൂക്ഷിച്ചോ, നഗരത്തിൽ ഫയർഫോഴ്സ് റെസ്ക്യൂ സംവിധാനങ്ങൾ ദുർബലമാണ്. ശരണ്യ ഭുവനേന്ദ്രൻ ആ വാർത്ത ഇപ്രകാരം: വേനലിന്റെ കൊടും ചൂടിൽ നാടും കാടുമെല്ലാം കത്തിയെരിയുകയാണ്. തിരക്കേറിയ നമ്മുടെ നഗരത്തിലും ഏതു നിമിഷവും അഗ്നിബാധയുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. എന്നാൽ ഇതിനെ നേരിടാനുള്ള ദുരന്ത നിവാരണ സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് അടിയന്തിരമായ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് കേരള കൗമുദി വിരൽ ചൂണ്ടുന്നത്. ഇത് കേരളത്തിൽ മാത്രമല്ല, മറ്റൊരു വാർത്ത ഇന്ന് ദീപിക തരുന്നുണ്ട്. തീപിടുത്തവുമായി ബന്ധിപ്പിച്ച് പാർലമെന്റ് മന്ദിരത്തിനും ഫയർ ക്ലിയറൻസ് ഇല്ല. നമ്മുടെ പാർലമെന്റ് മന്ദിരം നാം കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കേണ്ട നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ, അതിനും ഫയർ ക്ലിയറൻസ് ഇല്ല എന്നാണ് ദീപിക തരുന്നത്. രാജ്യത്ത് പലയിടത്തും തീ ആളിപ്പടരുമ്പോഴും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റ് മന്ദിരത്തിന് അഗ്നിബാധ ഉണ്ടാകാതിരിക്കാനും നേരിടാനുമുള്ള ഫയർ ക്ലിയറൻസ്, അതിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ല, ക്ലിയറൻസും ഇല്ല. ജോർജ് കള്ളിവയലിലാണ് ആ വാർത്ത ദീപികയുടെ ഒന്നാം പുറം വാർത്തയാക്കിയിരിക്കുന്നത്. ഇന്ന് കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച, തെരഞ്ഞെടുപ്പിന് മുമ്പ് സീറ്റ് വിഭജനത്തിന്റെ ചർച്ച നടക്കുന്നു. ആ ചർച്ചയുടെ വാർത്ത മംഗളം ഒന്നാം പേജിൽ വലിയ വാർത്തയായി തരുന്നു. കോൺഗ്രസുമായി ഇന്ന് സീറ്റ് ചർച്ച. മത്സരമോഹം തുറന്നു പറഞ്ഞ് ജോസഫ്, മനസ്സ് തുറക്കാതെ മാണി. വാർത്ത ഇപ്രകാരം: ലോക്സഭയിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെന്ന് തുറന്നു പറഞ്ഞ് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി.ജെ. ജോസഫ്. പൊതു തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് 2 സീറ്റ് കിട്ടണമെന്ന ആവശ്യത്തിൽ മാറ്റമില്ല. രാജ്യസഭാംഗമായ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ കോട്ടയത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചരണം അഭ്യൂഹം മാത്രമാണെന്നും ജോസഫ് പറയുന്നു. അങ്ങനെ പറയുമ്പോഴും അത് സംഭവിച്ചാലോ എന്ന ഭയം ജോസഫിനുണ്ട്. അതുകൊണ്ട് പൂന്താനം പറയുന്നത് മാതിരി എണ്ണി എണ്ണി ആയുസ് കുറയുകയാണ്. അതുകൊണ്ട് മണ്ടി മോഹങ്ങൾ കൂടുന്നു ജോസഫിന്. ഒരു തവണ പാർലമെന്റിൽ പോയാൽ കൊള്ളാം എന്ന് അദ്ദേഹത്തിനും ആഗ്രഹം വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ പോയത്
എല്ലാ പത്രങ്ങളും ഇന്ന് വലിയ വാർത്തയാക്കിയിരിക്കുന്നു. വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ മുഖ്യമന്ത്രി എത്തി. സചിത്രമായി ആ വാർത്ത മാതൃഭൂമി ഒന്നാം പുറത്ത് തന്നെ തന്നിരിക്കുന്നു. ആ വാർത്ത എല്ലാ പത്രങ്ങളും തരുന്നത് അത്തരമൊരു സംഭവം സാധാരണ നടക്കാറില്ല. നടാടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ചിന്താ സവിശേഷത കൊണ്ട് തന്നെ ഒരു സമുദായ നേതാവിൻ്റെ വീട്ടിൽ പോകുന്നത്. അങ്ങനെ ഒരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടാകാത്തത് കൊണ്ടും ഇപ്പോഴുള്ള രാഷ്ട്രീയ പരിസ്ഥിതിയുടെ സവിശേഷത കൊണ്ടുമാണ് അത് വലിയ വായിലെ വലിയ വാർത്തയായി തീരുന്നത്. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. മാതൃഭൂമി ഒന്നാം പേജിലെ സന്ദർശന വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്രകാരം തരുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ കണിച്ചുകുളങ്ങരയിലെ വീട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി. കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൽ പിൽഗ്രിം ഫെസിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനത്തിനെത്തിയ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയുടെ വീട്ടിലേക്ക് വരികയായിരുന്നു. മന്ത്രിമാരായ ഡോക്ടർ TM തോമസ് ഐസക്, G സുധാകരൻ, കടകംപള്ളി സുരേന്ദ്രൻ, P തിലോത്തമൻ എന്നിവരും ഒപ്പം ഉണ്ടായിരുന്നു. നവോത്ഥാന സമിതിയുടെ ചെയർമാനായി വെള്ളാപ്പള്ളി ഇടതുപക്ഷത്തോട് കൂടുതൽ അടുത്ത പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം. അതാണ് പ്രധാനം. ഇപ്പോൾ ശബരിമലയ്ക്ക് ശേഷം വന്നിരിക്കുന്ന രാഷ്ട്രീയ ധ്രുവീകരണ രംഗത്ത് മുഖ്യമന്ത്രിയും അതേമാതിരി തന്നെ വെള്ളാപ്പള്ളി നടേശനും ഒരു ഭാഗത്ത് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന രാഷ്ട്രീയമാണ് പ്രധാനമായും ഇക്കാര്യത്തിൽ കാണേണ്ടത്. മാതൃഭൂമിയുടെ ഒന്നാം പുറം ഇന്ന് തരുന്ന മറ്റൊരു വാർത്ത, അൺഎയ്ഡഡ് മേഖലയിലെ ശമ്പളം സർക്കാരാണ് ഇനി തീരുമാനിക്കുക. അത് കൊടുക്കാനുള്ള ബാധ്യതയാണ് മുതലാളിമാർക്കുണ്ടാവുക. അൺഎയ്ഡഡ് സ്കൂളിലെ അധ്യാപകർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ സർക്കാർ നിശ്ചയിക്കുന്ന ബില്ലിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് രൂപം നൽകി. അങ്ങനെ അൺഎയ്ഡഡ് മേഖലയിലെ ടീച്ചർമാർക്കും മറ്റ് വിഭാഗം ആൾക്കാർക്കുമുള്ള ശമ്പളം സർക്കാർ തീരുമാനിക്കുന്ന ശമ്പളം അവർ ബാങ്കിൽ നിക്ഷേപിച്ച് നൽകണം. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ വനിതാ ജഡ്ജി. കുറേ നാളായി വാർത്തയിൽ നിന്ന് വിട്ടുനിന്ന ഒരു സംഭവം ആയിരുന്നു അത്. ഇപ്പോൾ വീണ്ടും വാർത്തയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. സിറാജ് എന്ന പത്രം ഒന്നാം പേജിൽ അത് തന്നിരിക്കുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയിൽ വനിതാ ജഡ്ജി വിചാരണ നടത്തണമെന്ന് ഹൈക്കോടതി. ആക്രമിക്കപ്പെട്ട നടിയുടെ അപേക്ഷയിലാണ് കോടതി ഉത്തരവിട്ടത്. ആ നിലയ്ക്ക് ആ കോടതിയുടെയും ജഡ്ജിൻ്റെയും പേര് തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത ഇന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഗ്രീൻ ബുക്കിന് ഓസ്കാർ സമ്മാനം ലഭിച്ച വാർത്ത. ഓസ്കാർ പ്രഖ്യാപനത്തിൻ്റെ വിശദമായ വാർത്ത ഇന്ന് സിറാജ് ഒന്നാം പുറത്ത് തരുന്നു. ഒലീവ നടി, റമി നടൻ. ഗ്രീൻ ബുക്കിന് ഓസ്കാർ. ഈ വർഷത്തെ മികച്ച ചലച്ചിത്രത്തിനുള്ള ഓസ്കാർ പുരസ്കാരം പീറ്റർ ഹെറേലി സംവിധാനം ചെയ്ത ഗ്രീൻ ബുക്ക് സ്വന്തമാക്കി. അൽഫോൻസോ കൊരോണയാണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയത്. ചിത്രം റോമ. ദി ഫേവറേറ്റിലെ അഭിനയത്തിന് ഒലീവ കോൾമാനെ മികച്ച നടിയായും ബൊഹീമിയൻ റാപ്സഡിയിലെ പ്രകടനത്തിന് റമി മലേക്കിനെ മികച്ച നടനായും തിരഞ്ഞെടുത്തു. റെഗിന കിങ്ങിനാണ് മികച്ച സഹനടിക്കുള്ള ഓസ്കാർ. ചിത്രം ഇഫ് ബീലെ സ്ട്രീറ്റ് ഹുഡ് ഡോഗ്. ഗ്രീൻ ബുക്കിലെ അഭിനയത്തിന് മഹർഷല അലിയെ മികച്ച സഹനടനായി തിരഞ്ഞെടുത്തു. മറ്റൊരു സവിശേഷതയുള്ളത്, ഉത്തർപ്രദേശ് ഹോപ്പൂരിലെ സ്ത്രീകളുടെ ആർത്തവ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ റായിക്ക സെബത്താബ്ചിയും മെലീസ ബെട്ടണും നിർമ്മിച്ച പീരീഡ് എൻഡ് ഓഫ് സെന്റൻസ് മികച്ച ഹ്രസ്വചിത്രത്തിനുള്ള ഓസ്കാർ നേടി. ശബരിമലയുടെ പശ്ചാത്തലത്തിൽ മാസമുറ ചർച്ചയായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ വാർത്തയ്ക്ക് ഒരു പ്രത്യേക പ്രാധാന്യം ഉണ്ടാകുന്നു എന്ന കാര്യം പറയാതെ വയ്യ. പെരിയയിലെ ഇരട്ട കൊലപാതക കേസിലെ പ്രതി അല്ലെങ്കിൽ അത് ചെയ്തത് താനാണ് എന്ന് സമ്മതിച്ച പീതാംബരൻ കോടതിയിലെത്തിയപ്പോൾ മലക്കം മറിഞ്ഞു. ഇപ്പോൾ പറയുന്നു കൊന്നത് ഞാനല്ല. ഇരട്ടക്കൊല പീതാംബരൻ മലക്കം മറിഞ്ഞു, കൊന്നത് ഞാനല്ല. മലയാള മനോരമ ലീഡാക്കിയിരിക്കുന്നു ആ വാർത്ത. പോലീസ് മർദ്ദിച്ച് കുറ്റം സമ്മതിച്ചതാണെന്ന് മുഖ്യപ്രതി കോടതിയിൽ പറഞ്ഞു. അങ്ങനെ ഒരു പഠിച്ച കള്ളനാണ് പീതാംബരൻ എന്ന് അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു. ഇന്ന് കാസർഗോഡ് സർവകക്ഷി യോഗം E. ചന്ദ്രശേഖരൻ റവന്യൂ മന്ത്രിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്നുണ്ട്. ആ വാർത്തയും ഇന്ന് പത്രലോകം നമുക്ക് തരുന്നു. കിള്ളിയാറിൻ്റെ വീണ്ടെടുപ്പ് ഇന്ന് തുടങ്ങുന്നു. ഈ സർക്കാർ വന്നതിന് ശേഷം നശിച്ചുപോയ നമ്മുടെ നദികളൊക്കെ പുനരുദ്ധരിക്കാനുള്ള ശ്രമമുണ്ട്, ജീവൻ കൊടുക്കാനുള്ള ശ്രമമുണ്ട്. ഇന്ന് മാതൃഭൂമിയുടെ നഗരംപുറം ആ വാർത്ത തരുന്നത് കാണുക. ഒന്നാമത്തെ വാർത്തയായി കിള്ളിയാറിൽ നിന്ന് മഹാശുചീകരണ യത്നം. 25,000 പേർ പങ്കെടുക്കും. സന്നദ്ധ പ്രവർത്തകർക്ക് 40 സ്കൂളിലെ കുട്ടികൾ പൊതിച്ചോറെത്തിക്കും. കോർപ്പറേഷൻ പരിധിയിലെ കിള്ളിയാർ മാലിന്യമുക്തമാക്കാൻ നഗരസഭ സംഘടിപ്പിക്കുന്ന മഹാശുചീകരണ യജ്ഞം
ചൊവ്വാഴ്ച നടക്കും. 25,000 പേരെ ഒരേ സമയം പങ്കെടുപ്പിച്ച് വഴയില മുതൽ തിരുവല്ലം കല്ലടി മുഖം വരെയുള്ള 13.5 കിലോമീറ്ററാണ് വൃത്തിയാക്കുന്നത്. ഈ പ്രദേശത്തെ 14 കേന്ദ്രങ്ങളായി തിരിച്ചാണ് 25,000 പേരുടെ ശുചീകരണ യത്നം സംഭവിക്കാൻ പോകുന്നത് എന്ന് ഈ വാർത്ത പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം. അന്തരിച്ച സിനിമാ സംവിധായകൻ ലിലിൻ രാജേന്ദ്രന് ഒരു സമുചിത സമർപ്പണം ടാഗോർ തിയേറ്ററിൽ നിന്ന് നടക്കുന്നു. ക്ഷമിക്കുക, ഇന്നലെ നടന്നു. ഈ ചിത്രം കാണുക. ഇത് ദേശീയ നാടോടി സംഗമത്തിൽ അവതരിപ്പിച്ച പൂതപ്പാട്ടിൻ്റെ നൃത്താവിഷ്കാരമാണ്. ഈ നൃത്താവിഷ്കാരത്തിൻ്റെ ചിത്രം ഇന്ന് മെട്രോ മനോരമയാണ് ഒന്നാം പുറത്ത് ആദ്യ ചിത്രമായി നമുക്ക് തന്നിരിക്കുന്നത്. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.